പാക്ക് ഇട്ടാലുണ്ടല്ലോ സ്കിൻ ടോൺ ഒരു 3 ഷെയ്ഡ് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ വന്ന് എന്നെ ചീത്ത പറഞ്ഞോട്ടാ. അത്രയ്ക്ക് കോൺഫിഡന്റോടുകൂടിയാണ് ഞാൻ പറയണത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. കിച്ചണിലെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം ഒന്ന് എന്താണെന്ന് നോക്കിത്തരാം. അപ്പൊ ഈ ഒരു പാക്കിനായിട്ട് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഉഴുന്നാണ് കേട്ടോ. ഉഴുന്നൊന്ന് വെള്ളത്തിലൊന്ന് കുറച്ച് നേരം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മളത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വെള്ളം ചേർത്തല്ല പാല് ചേർത്തിട്ടാണ് കേട്ടോ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. പാല് തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിൽ ആദ്യം ഒരു ഇൻഗ്രീഡിയൻസ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇൻഗ്രീഡിയൻസ് 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. പാലും കൂടി ചേർത്ത് 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ ദാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ട് തോന്നണമെങ്കിൽ കുറച്ചും കൂടി മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2-3 ഡ്രോപ്സ് കൊക്കനട്ട് ഓയിൽ ആണ് കേട്ടോ. ഇനി വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ ഓയിലി ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ കൊക്കനട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് ഈ പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ അപ്പൊ പാക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എന്റെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ സ്കിൻ ഒന്ന് വലിഞ്ഞൊന്ന് ഡ്രൈ ആക്കുന്ന ഒരു പാക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തത്. നോർമലി ഞാൻ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ആണ് എപ്പോഴും ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ക്യാപ്സ്യൂൾ അതല്ലെങ്കിൽ ആൽമണ്ട് ഓയിലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ദാ ഈ പാക്ക് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര തിക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം ഇത് കുറച്ചും കൂടി ടൈറ്റ് ആവും, തിക്കാവും. അപ്പൊ നമുക്ക് അനുസരിച്ച് നമ്മൾ ആ ഒരു ഫോം അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോ കണ്ടോ കുറച്ച് നന്നായിട്ട് തന്നെ തിക്കായിട്ടാണ് ഇരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് മിൽക്ക് ആഡ് ചെയ്യട്ടെ. ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോണേ കേട്ടോ. പിന്നെ പാക്ക് ഇടുന്നതിന് മുന്നേ ചെറിയൊരു സ്ക്രബ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പൊ ഞാൻ സ്ക്രബ് ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡയറക്റ്റ് ഫേസ് ഈ ഒരു പാക്കിൽ ഞാൻ എടുത്ത ഇൻഗ്രീഡിയന്റ് തന്നെ എടുക്കണോണ്ട് പാല് വെച്ച് തന്നെ ഈ ഒരു ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണോട്ടാ. എന്നാലും എനിക്ക് കിട്ടിയ ആ റിസൾട്ട് നിങ്ങൾക്കും കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പാല് വെച്ച് തന്നെ ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഉലുവല്ല ഉഴുന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അതായത് ഇവിടെ ഈ ഒരു നെക്കിന്റെ പോർഷൻ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാഫ് അവർ വെയിറ്റ് ചെയ്തതിനു ശേഷം ചൊറിച്ചിലോ അതല്ലെങ്കിൽ റാഷസ് പോലെയോ അങ്ങനെ ഒന്നും ഇല്ലെന്നോ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പാക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഈ പാക്ക് ഇടുമ്പോൾ ചെറുതായിട്ടൊരു ചൊറിച്ചില് നമുക്ക് ഫീൽ ആവും കേട്ടോ. അതിപ്പോ നമുക്ക് ഏത് പാക്ക് ഇടുമ്പോഴും ആദ്യം ഇടുമ്പോൾ ഒരു ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട്. അത് പക്ഷെ അധികം നേരം നിൽക്കാറില്ല, ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് നേരം ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഇതിക്ക് മേലെ നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ 2-3 മിനിറ്റിൽ കൂടുതലുള്ള ചൊറിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ആവുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഫേസ് വാഷ് ചെയ്തോട്ടാ. പിന്നെ അത് വെക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ഒട്ടും സ്യൂട്ടല്ലെന്നാണ് ആ പാക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ വാഷ് ചെയ്ത് കളയണോട്ടാ. അതല്ലാതെ നിങ്ങൾ അതൊന്നും സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരിക്കലും. ചിലപ്പോ എല്ലാവർക്കും ഈ പാക്ക് സ്യൂട്ട് ആവണമെന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ വാഷ് ചെയ്ത് കളയണം കേട്ടോ. അതിനുശേഷം ഞാനൊരു 20 മിനിറ്റ്സ് ശേഷം ഫേസ് വാഷ് ഔട്ട് ചെയ്തു. സ്കിൻ നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആവാനുണ്ട്. നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം കേട്ടോ. നെക്കിന്റെ പോർഷനിൽ പിന്നെ ആ ഫേസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കണ്ടോ, നല്ല വ്യത്യാസം ഇല്ലേ? നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് പാക്ക് ചെയ്തിട്ടും ഒരു റിസൾട്ടും കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വന്ന് ചീത്ത പറഞ്ഞോ, എനിക്ക് അത്രയ്ക്ക് കോൺഫിഡന്റ് ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. വെരി സിമ്പിൾ എലി പാക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.